പഠനത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമായപ്പോൾ മലബാറിലെ ഈ 6 ജില്ലകൾ ഇന്ത്യയിലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രുക്കളായ ജനത ജീവിക്കുന്ന ഒരു നാടായി മലബാർ മാറി. കൊച്ചിയിലും തിരുവിതാംകൂറിലും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നേതൃത്വം നൽകിയപ്പോൾ ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് അന്ന് അവിടെ ഉയർന്നു വന്നപ്പോൾ മലബാർ ഒരു ശത്രു രാജ്യം എന്ന നിലക്ക്, ഒരു ശത്രു നാട് എന്ന നിലക്ക് ഈ ജനതയെ അങ്ങേയറ്റം പീഡിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനും പോരാട്ടങ്ങൾ നയിക്കാനും മാത്രമേ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിരുന്നുള്ളൂ. 1921 നമ്മുടെ നാട്ടിലുണ്ടായ സ്വാതന്ത്ര്യ സമരം, ഏറ്റുമുട്ടൽ, നിരവധിയായ ആളുകളുടെ മരണം, വാഗൺ ട്രാജഡി തുടങ്ങിയിട്ട് നിരവധി ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ ചരിത്രങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും ഭാഗമായി ബ്രിട്ടീഷ് ആധിപത്യത്തോട് ഒരു നിലക്കും യോജിക്കാൻ ഈ ജനത തയ്യാറാവാത്തതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ നിലക്കുള്ള വെറുപ്പുകളും പ്രകടിപ്പിക്കുമ്പോഴും ബ്രിട്ടീഷ് ആധിപത്യത്തോട് സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ഒരു മേഖലയിലും യോജിക്കില്ല എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് സ്വാതന്ത്ര്യ സമരം നയിച്ച ധീരപോരാളികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പോലും പാടില്ല എന്ന തീരുമാനം അന്നെടുക്കുന്നത്. അത് ബ്രിട്ടീഷ് സംസ്കാരത്തോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, ആരോഗ്യപരമായി എല്ലാം നമ്മൾ പിന്നിട്ട് നിൽക്കുമ്പോഴാണ് 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നു, ഒരുവിധമുള്ള ജനാധിപത്യ പ്രക്രിയകൾ നടക്കുന്നു, മലബാർ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നു. ഭാഷാടിസ്ഥാനത്തിൽ 1964 സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ കേരള സംസ്ഥാനം രൂപീകൃതമാകുകയാണ്. അങ്ങനെയാണ് മലബാർ കേരളത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ആ കേരളത്തിൻ്റെ ഭാഗമായി മാറിയ മലബാർ, ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായും ശ്രദ്ധിക്കേണ്ടത്. വിദ്യാഭ്യാസപരമായി നമ്മൾ പിന്നാക്കമായതുകൊണ്ടും വിദ്യ നേടിയ ആളുകൾ മലബാർ ഇല്ലാതിരുന്നത് കൊണ്ടും കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ, സെക്രട്ടേറിയറ്റിൽ, കലക്ടറേറ്റിൽ, തഹസിൽദാർ ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ തുടങ്ങിയ കേരളത്തിൻ്റെ മുഴുവൻ റവന്യൂ ഭരണ സംവിധാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരായി ജോലി ലഭിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഈ പറയുന്ന തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു. വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ പോലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് വരെയുള്ള ഈ അങ്ങാടിയുടെയും പരിസരത്തെയും ഈ നാടിൻ്റെയും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പോലും നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ മുഴുവനും പഠിപ്പിക്കാൻ വന്നതിന് തെക്കൻ ജില്ലയിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളായിരുന്നു. അന്ന് വന്ന പല അധ്യാപകരും ഇന്നും ഈ നാട്ടിലുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസം നൽകാൻ തെക്ക് നിന്ന ആളുകൾ വടക്ക് മലബാറിലേക്ക് കയറി വരികയും സർക്കാരുകൾ രൂപീകൃതമായി, ഗവൺമെൻറ് ഓഫീസുകൾ രൂപീകൃതമായപ്പോൾ അവിടങ്ങളിലെല്ലാം തന്നെ സ്വാഭാവികമായും കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാർ അധികാരത്തിൽ വന്നു. സ്വാഭാവികമായും പിന്നീടുണ്ടായ വികസനം ഈ ഉദ്യോഗസ്ഥന്മാരുടെ വൃന്ദത്തിൽ സ്വാഭാവികമായും ഇന്നും അവർക്ക് തന്നെ മുൻഗണന നൽകിപ്പോയി. ആ നാടുകൾക്ക് ആദ്യം തന്നെ പിന്നാക്കം നിൽക്കുന്ന മലബാറിന് മുന്നോട്ട് വരാനുള്ള ഒരു സൗകര്യങ്ങളും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, ഈ ഒരു പശ്ചാത്തലത്തിൽ പിന്നീടുള്ള വികസന കുതിപ്പും നടന്നത് കൊച്ചി തിരുവിതാംകൂർ പ്രദേശത്തേക്കാണ്.
അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ പുറകിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഈ ചരിത്രവും കണക്കുകളും പരിശോധിക്കുകയുണ്ടായി. ഈ അങ്ങാടിയിൽ വന്ന് കണക്കില്ലാതെയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. കൃത്യമായി കേരളത്തിൻ്റെ ചിത്രം വരച്ച് കാട്ടുന്ന പുസ്തകം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ വിഭവ കണക്കുകളും ഇതിലുണ്ട്. ജനസംഖ്യയുണ്ട്, ഈ നാട്ടിലുള്ള സ്കൂളുകളുടെയും കോളേജുകളുടെയും കണക്കുകളുണ്ട്, ഇവിടുത്തെ ആശുപത്രികളുടെ കണക്കുകളുണ്ട്, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കുകളുണ്ട്. ഇതേപോലെ തന്നെ കൊച്ചിയും തിരുവിതാംകൂറും ഉൾക്കൊന്ന പ്രദേശത്തിൻ്റെ കണക്കുകളുണ്ട്. ഇതൊരു പത്രം പോലെ അടിച്ച് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന മലബാറിൻ്റെ മുഴുവൻ ഗ്രാമങ്ങളിലും ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ പിന്നോക്കാവസ്ഥ എങ്ങനെ പരിഹരിക്കണം, എന്തുകൊണ്ടാണ് ഈ പിന്നോക്കാവസ്ഥ, ഇതിലൊരു ഏറ്റവും വലിയ പ്രധാന കാരണമായി നിൽക്കുന്നത് നമ്മുടെ ജില്ലയിലെ ജനസംഖ്യ തന്നെയാണ്. 2011 മലപ്പുറം ജില്ല രൂപീകൃതമാകുമ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ല വിഭജിച്ചുകൊണ്ടാണല്ലോ മലപ്പുറം ജില്ല ഉണ്ടാകുന്നത്. അന്നൊരു വിഭജനം നടന്നിട്ടുണ്ട്. വർഷങ്ങൾ 10-60ആയി. അന്ന് 13,90,000 ജനങ്ങളുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ 2011 അവസാനമായി സെൻസസ് നടക്കുന്നത്. ആ സെൻസസിൻ്റെ കണക്ക് പ്രകാരം 41 ലക്ഷം ജനങ്ങൾ 2011 മലപ്പുറം ജില്ലയിലുണ്ട്. സെൻസസിൻ്റെ കണക്ക് പ്രകാരം നമ്മുടെ ജനസംഖ്യാ വർധനവിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 13.45 ആണ്. ആ 13.45 വെച്ച് 2011 41 ലക്ഷത്തി ചില്ലാനം ജനങ്ങളുടെ വർധനവ് കൂടി കണക്കാക്കുമ്പോൾ നമ്മൾ ഈ അങ്ങാടിയിൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഏകദേശം 55 ലക്ഷം ജനങ്ങൾ, എത്ര 55 ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജില്ലയുടെ പേരാണ് മലപ്പുറം. വെറുതെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മുടെ വയനാട് ജില്ല, തൊട്ടടുത്ത വയനാട് ജില്ലയിൽ ഏകദേശം 8.25 ലക്ഷം ജനങ്ങളാണുള്ളത്. ഇടുക്കിയിലേക്ക് പോയാൽ 15 ലക്ഷമാണ്. പത്തനംതിട്ടയിൽ ഏകദേശം 14-13 ലക്ഷമാണ്. കാസർഗോഡേക്ക് പോയാൽ ഏകദേശം 15 ലക്ഷത്തിന് താഴെയാണ്. ഈ 4 ജില്ലയിലെ ജനങ്ങളുടെ ജനസംഖ്യ കൂടി കണക്കിലാക്കിയാൽ 47-48 ലക്ഷം ജനമാണ് 4 ജില്ലയിൽ ജീവിക്കുന്നത്. നമ്മളോ 55 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ടുള്ള പ്രതിസന്ധി? പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ, നിരവധിയാണ്, അനവധിയാണ്. നമ്മളാരും അറിയാതെ, ഒരാളും ഇത് ചർച്ച ചെയ്യാതെ, ഇതിനെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ ബോധ്യമുള്ള ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളൊന്നും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. 8.25 ലക്ഷമുള്ള വയനാട് ജില്ലയിലെ ജനങ്ങൾക്കൊരു കലക്ടറുണ്ട്. അവിടെ പേരിനൊരു മെഡിക്കൽ കോളേജുണ്ട്. ആ ജില്ലയ്ക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. വെറും 13-14 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന പത്തനംതിട്ട ജില്ലക്കുമുണ്ട് ഒരു കലക്ടർ. കഴിഞ്ഞ 7-8 വർഷമായി 500 കോടി രൂപയോളം മുതൽ മുടക്കിയ ഒരു മെഡിക്കൽ കോളേജ് എവിടെയുണ്ട്. അവിടെ മെഡിക്കൽ കോളേജുകളിലേക്ക് പോയാൽ നമ്മുടെ നാട്ടിലെ 5 സ്റ്റാർ സൗകര്യമുള്ള ആശുപത്രികളുടെ സാഹചര്യമാണുള്ളത്. നമ്മുടെ സ്ഥിതിയോ? ഞാനത് വിശദീകരിക്കണമോ? ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയിൽ ഒരു കലക്ടർക്ക് നിങ്ങൾ ഒരു പരാതി കൊടുത്താൽ 1 മാസം കൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം കിട്ടും. മലപ്പുറം ജില്ലാ കലക്ടറുടെ മുന്നിൽ പരാതി കൊടുത്ത പലരും ഇവിടെ ഉണ്ടാകുമല്ലോ. ഒരു ഫയലിൻ്റെ മുകളിൽ ഒരു കലക്ടർക്ക് തീരുമാനമെടുക്കണമെങ്കിൽ ഈ 52 ലക്ഷം ജനങ്ങളുടെ ബാഹുല്യം കൊണ്ട് 1 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്കൊരു മറുപടി പോലും നൽകാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഇവിടെ നിലനിൽക്കുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ നീതി നിഷേധം എന്ന് പറയുന്നത് എല്ലാ രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് 3-4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് കേരളത്തിൽ അവസാനമായി ഉണ്ടാകുന്ന ജില്ല 1984 നമ്മുടെ കാസർഗോഡ് ജില്ലയാണ്. 82 പത്തനംതിട്ട ജില്ലയുണ്ടാകുന്നത്. ഈ 84 ശേഷം കഴിഞ്ഞ 41 വർഷമായി ഇന്ത്യയിൽ പുതുതായി ഒരു ജില്ല, പുതുതായിട്ടുണ്ടാകാത്ത സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം. ആ ഒരു പീരീഡിൽ കഴിഞ്ഞ 41 വർഷക്കാലത്തിനിടക്ക് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ എത്ര പുതിയ ജില്ലകൾ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ 84 14 ജില്ലയായിരുന്ന തമിഴ്നാട് ഇന്ന് 39 ജില്ലയാണ്. 15 ജില്ലയുടെ വർധനവാണ് ഈ പറയുന്ന 39, 14, 16, 9, 23 ജില്ലയുടെ വർധനവാണ്. പുതുതായിട്ട് തമിഴ്നാട്ടിൽ 82 ശേഷം 23 ജില്ല ഉണ്ടായപ്പോൾ നമുക്ക് വർദ്ധിച്ചത് ഈ പറയുന്ന പത്തനംതിട്ടയും കാസർഗോഡും വെറും 2 ജില്ലയാണ്. കർണാടകയിൽ 19 ജില്ലയുണ്ടായിരുന്നത് 31 ജില്ലയായി വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 12 ജില്ല വർദ്ധിച്ചു. ആസാമിൽ 10 ജില്ലയുണ്ടായിരുന്നത് 35 ജില്ലയായി വർദ്ധിച്ചു. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡാറ്റകൾ സർക്കാർ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയ കണക്കുകളല്ല ഈ പുസ്തകത്തിൽ നമ്മൾ വിവരിക്കുന്നത്. ഇനി നിങ്ങൾ ഞെട്ടിപ്പോകുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ 35 ലക്ഷത്തിന് താഴെയാണ്. ഛത്തീസ്ഗഡ് ഉൾപ്പെടെ നമ്മുടെ തൊട്ടടുത്ത ഗോവ സംസ്ഥാനം 15-15.5 ലക്ഷം ജനമുള്ളത്. അവിടെയുണ്ട് മുഖ്യമന്ത്രി, മന്ത്രിമാരുണ്ട്, ജില്ലാ കളക്ടർമാരുണ്ട്, സംവിധാനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്. അപ്പൊ ഇവിടെ മാത്രം ഇത് നടപ്പിലില്ല. 30 ലക്ഷം ജനങ്ങളുള്ള നമ്മളെ തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിൽ 255 വില്ലേജ് ഓഫീസുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ 55 ലക്ഷം ജീവിക്കുന്ന ഇവിടെ 166 വില്ലേജ് ഓഫീസാണ് ഉള്ളത്. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി താലൂക്കിൽ ഉള്ള ജനം എന്ന് പറയുന്നത് 1,39,000. തിരൂർ താലൂക്കിൽ എത്ര അറിയാം നിങ്ങൾക്ക്? 9 ലക്ഷത്തി ചില്ലാനം ആളുകളാണ് ഒരു താലൂക്കിൽ. തഹസിൽദാറെ കണ്ട് ഒരു പരാതി കൊടുത്ത് അതൊന്ന് പരിഹരിച്ച് കിട്ടണമെങ്കിൽ എത്ര വർഷം, എത്ര മാസം, എത്ര തവണ നിങ്ങളിൽ പലരും ഓഫീസ് കയറി ഇറങ്ങിയിട്ടുണ്ടാകും. ആരോഗ്യ രംഗം നമ്മൾ പരിശോധിച്ചാൽ എന്താ നമ്മുടെ സ്ഥിതി? മലപ്പുറത്തിൻ്റെ 2011 സംസ്ഥാന ഗവൺമെൻറ് 2 മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിക്കുന്നത്. അതിലൊന്ന് മലപ്പുറം മെഡിക്കൽ കോളേജും ഒന്ന് പത്തനംതിട്ട മെഡിക്കൽ കോളേജും. പത്തനംതിട്ട മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റുകൾ മാറി വന്ന ഗവൺമെൻറ്റുകൾ ചെയ്തു കൊടുത്തു. നമ്മളതിനെതിരല്ല.
13-14 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ 50 ഏക്കർ സ്ഥലം വാങ്ങി അതിലേക്ക് 4 വരിപ്പാത റോഡുണ്ടാക്കി ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങുകൾ കെട്ടി ആവശ്യമായ പോസ്റ്റിങ്ങുകൾ നടത്തി എല്ലാ സൗകര്യവും ആ നാടിന് ആവശ്യമായതും അതിലപ്പുറമുള്ളതും സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുമ്പോൾ ഈ പറയുന്ന 55 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ച് മെഡിക്കൽ കോളേജ് എന്ന് അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഗവൺമെന്റിന് കത്തെഴുതി സ്ഥലം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം, എന്നാലും മെഡിക്കൽ കോളേജ് പുതുതായിട്ട് സ്ഥാപിക്കണം, മഞ്ചേരി മലപ്പുറത്തിന്റെ പരിസര പ്രദേശത്ത് എവിടെ വേണമെങ്കിലും ഭൂമി ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഭൂമി കണ്ടെത്താനുള്ള വലിയ പരിശ്രമങ്ങൾ നമ്മളെല്ലാവരും കൂടെ നടത്തി സ്ഥലം കണ്ടെത്തി. സമ്മതിച്ചില്ല ഗവൺമെന്റ്. ഒരു സൗകര്യവും ചെയ്തില്ല. ജില്ലാ ആശുപത്രിക്ക് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ തന്നെ പിരിവിട്ടെടുത്ത കെട്ടിടം ഉൾപ്പെടെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ ആശുപത്രിക്ക് ഒരു വലിയ കെട്ടിടം ഈ ജില്ലയിലെ ജനങ്ങൾ പിരിവെടുത്ത് കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ കെട്ടിടം ഉൾപ്പെടെ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ആ ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി മൂലക്കലാക്കി. നമ്മളെ മെഡിക്കൽ കോളേജിന്റെ പേര് മടക്കി അയക്കുന്ന കോളേജ് ആണ് എന്ന് ജനങ്ങൾ ബോർഡ് എഴുതി വെച്ചു. മഞ്ചേരിയിൽ ജില്ലാ ആശുപത്രിയുടെ സൗകര്യം പോലും യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ ഇല്ല. ഇപ്പോ ആ ആശുപത്രിയുടെ സ്റ്റാഫിനെയും താനൂരിലേക്ക് വലിക്കുന്നു എന്നാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രികളുടെയും PHCയുടെയും സ്ഥിതി മലപ്പുറത്ത് നമ്മൾ പറയേണ്ടതില്ല. എങ്ങനെയാണ് പിന്നെ ഈ രോഗനിവാരണം ഈ 55 ലക്ഷം ജനങ്ങൾ ഇവിടെ നടത്തിപ്പോകുന്നത്? മുക്കിന് പ്രൈവറ്റ് ആശുപത്രികളും ക്ലിനിക്കുകളും നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? കുറച്ച് പ്രവാസികൾ ഉള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയാണ് ഈ ജില്ല. അറിയോ നിങ്ങൾക്ക്? വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നാലും സ്ഥിതി അതിലേറെ മോശം. 10ാം ക്ലാസ് കഴിഞ്ഞ 11ാം ക്ലാസ്സിലെ നമ്മുടെ കുട്ടികൾക്ക് 25% കുട്ടികൾക്ക് പോലും സർക്കാർ സ്കൂളുകളിൽ അഡ്മിഷൻ ഇല്ല. എല്ലാ വർഷവും സ്കൂൾ പൂട്ടിത്തുറക്കുമ്പോൾ ഇവിടെ സമരമാണ്. +1 അഡ്മിഷൻ പ്രശ്നം ആരുണ്ടാക്കിയത്? ആരാണിതിന് ഉത്തരവാദി? കൊച്ചിയും തിരുവിതാംകൂറും പോയി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന 11ാം ക്ലാസ്സിൽ 20ഉം 25ഉം കുട്ടികൾ മാത്രം പഠിക്കുമ്പോൾ നമ്മൾക്ക് അഡീഷണൽ സീറ്റ് തരികയാണ്. ബാച്ച് അല്ല. ബാച്ച് തന്നാൽ അധ്യാപകനെ തരണം, ക്ലാസ് മുറി ഉണ്ടാക്കണം, അതിനാവശ്യമായ സൗകര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കണം. ഒരു കാലത്തും നമുക്ക് ബാച്ച് തരില്ല. സംരംഭങ്ങൾ ശക്തിയാകുമ്പോൾ കുറെ സീറ്റ് തരും. എന്താ സീറ്റ്? അപ്പുറത്ത് 20ഉം 25 കുട്ടികൾ പഠിക്കുന്ന അതേ ക്ലാസ് മുറിയിൽ ഇവിടെ 60ഉം 65ഉം 70ഉം 80ഉം കുട്ടികൾ ബെഞ്ചും സ്റ്റൂളും ഇട്ട് കാലിച്ചന്തയിലെ കുട്ടികൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്നു. പല സ്കൂളുകളിലും അധ്യാപകർക്ക് മെഗാഫോണും മൈക്കും ഉപയോഗിക്കേണ്ടി വരുന്നു കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഒരു ജില്ലക്കുമില്ലാത്ത പ്രതിസന്ധി. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. 12ാം ക്ലാസ് പാസ്സായാൽ എവിടെ കോളേജ്?
ഏത് കോളേജിലൊക്കെയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്? നാടായ നാട്ടിലെ മുഴുവൻ മാനേജ്മെന്റ് കോളേജുകളിലും കയ്യും കാലും പിടിച്ച് പണം കൊടുത്ത് കടം വാങ്ങി നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഗതികേട് ഈ സംസ്ഥാനത്ത് മറ്റാർക്കുണ്ട്? ഒരാൾ ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? ആരാണ് ഉത്തരവാദി? യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പേര് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. എന്താ സ്ഥിതി എന്നറിയോ നിങ്ങൾക്ക്? UGCയുടെ കണക്ക് പ്രകാരം ഒരു യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്യുന്ന കോളേജുകളുടെ പരമാവധി എണ്ണം 100. ഇവിടെ ചെറുപ്പക്കാരുണ്ടല്ലോ ഈ അങ്ങാടിയിൽ, ആ ഇന്റർനെറ്റിൽ കയറി നിങ്ങളൊന്ന് പരിശോധിക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളുടെ എണ്ണം 500ഓളമാണ്. 5 യൂണിവേഴ്സിറ്റികൾ മലബാറിൽ ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞു. പുതുതായി ഒരു യൂണിവേഴ്സിറ്റി ഇല്ല. നമ്മുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ PGക്ക് സീറ്റില്ല. കടവും കള്ളിയും വാങ്ങി ലോൺ എടുത്ത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ഏറ്റവും കൂടുതൽ മക്കൾ പോകുന്ന ജില്ലയുടെ പേരാണ് മലപ്പുറവും കോഴിക്കോടുമൊക്കെ. ഒരു നീതീകരണവുമില്ല. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ജനസംഖ്യാനുപാതികമായി വിഷയങ്ങൾ കണ്ട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ ജില്ലകൾ വിഭജിച്ചതുപോലെ എന്തുകൊണ്ട് മലപ്പുറവും കോഴിക്കോടുമൊന്നും വിഭജിക്കപ്പെടുന്നില്ല? നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫണ്ടുകളും 95% ജില്ലകൾക്കാണ് കൊടുക്കുക. 4 ജില്ലകളുടെ ജനങ്ങളുടെ എണ്ണത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞു. ആ ജില്ലകൾക്ക് കിട്ടുന്ന അതേ ആ 4 ജില്ലക്ക് കിട്ടുന്ന അത്രയും പണം മലപ്പുറം ജില്ലക്ക് കിട്ടണം. പക്ഷേ നമുക്ക് കിട്ടുന്നതോ 8 ലക്ഷവും 10 ലക്ഷവും ഉള്ള ജില്ലക്ക് കിട്ടുന്ന അതേ പണമാണ് 55 ലക്ഷം ജനം ജീവിക്കുന്ന നമുക്ക് കിട്ടാൻ പോകുന്നത്, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? കേരളത്തിലെ ജനസംഖ്യ വർദ്ധിച്ച എല്ലാ സ്ഥലങ്ങളിലും കോർപ്പറേഷൻ ഉണ്ട്. കൊച്ചിയിൽ കോർപ്പറേഷൻ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്. പക്ഷേ മലപ്പുറം ജില്ല ഇപ്പോഴും ഒരു കോർപ്പറേഷൻ ഇല്ല. നമ്മൾ ഇപ്പോഴും മുനിസിപ്പാലിറ്റി താങ്ങി നിൽക്കുകയാണ്. ഒരു കോർപ്പറേഷൻ വരേണ്ട കാലം എന്നോ കഴിഞ്ഞു മലപ്പുറത്ത്. അപ്പൊ കോർപ്പറേഷൻ വന്നാൽ എന്താ കാര്യം എന്നാണ് അടുത്ത ചോദ്യം. കാര്യമുണ്ട്. കോർപ്പറേഷനുകൾക്ക് ആ കോർപ്പറേഷത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഡയറക്റ്റായി ഇന്ത്യയിലെ കോർപ്പറേഷനുകൾക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് അമൃത് പദ്ധതി. കൊച്ചിൻ കോർപ്പറേഷൻ ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 500-ൽ പരം കോടി കേന്ദ്ര ഗവൺമെന്റ് 2021, 22, 23 കാലഘട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോ മലപ്പുറത്തിന് കോർപ്പറേഷൻ ഇല്ല. പഞ്ചായത്തുകളുടെ എണ്ണം, ജനസംഖ്യയുടെ എണ്ണം കണക്കിലാക്കിയാൽ ഇപ്പൊ എൻ്റെ നിലമ്പൂർ മണ്ഡലത്തിലെ തന്നെ പഞ്ചായത്തിൽ 30,000-ൽ കുറഞ്ഞ ഒറ്റ പഞ്ചായത്തേ ഉള്ളൂ. വഴിക്കടവ് പഞ്ചായത്തിൽ 45,000 ആളുകളാണ് കൂട്ടരെ ജീവിക്കുന്നത് ഒരു പഞ്ചായത്തിലാണ്. ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്തൊക്കെ ചെയ്യും? ഒരു AEക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് എന്ത് ചെയ്യാൻ കഴിയും? മലബാർ വിട്ടാൽ പരിശോധിച്ചാൽ പാലാമണ്ഡലം ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇന്റർനെറ്റിൽ ഒന്ന് കയറി നോക്കണം നിങ്ങൾ. 10 പഞ്ചായത്തുണ്ട്. ആകെ ജനസംഖ്യ 150. ആവറേജ് പഞ്ചായത്തുകളിൽ 15,000, 16,000. ഏതൊക്കെ രീതിയിൽ നീതി നിഷേധിക്കപ്പെടുന്നു? ഒരാളും ഇതിനെക്കുറിച്ച് പറയാനില്ല. പറഞ്ഞാൽ എന്തായി? പറയുന്നവൻ വിഘടനവാദിയായി. ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞാൽ
അവൻ വർഗീയവാദിയായി. മിനിഞ്ഞാന്ന് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി മലപ്പുറത്ത് പത്രക്കാരോട് ഈ കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി. ആ വിവരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ അതാണ്, ഇത് വിഘടനവാദമല്ലേ? കൃത്യമായി ഞങ്ങളതിന് അക്കമിട്ട് മറുപടി പറഞ്ഞു. ഞങ്ങൾ അങ്ങാടി സംസാരവുമായിട്ടല്ല ഇറങ്ങിയിരിക്കുന്നത്, കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ പറയുന്ന ഡാറ്റയെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. അത് ചോദ്യം ചെയ്താൽ അതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റാണ്. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ കണക്കുകൾ വെച്ചുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൻ്റെയും എന്യൂമറേഷൻ കൃത്യമായി പകർത്തിയ കോപ്പി മാത്രമാണിത്. അപ്പൊ എവിടെയാ വിഘടനവാദം? അപ്പൊ എവിടെയാ വർഗീയവാദം? ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കൊണ്ടുപോയി കുത്തിക്കണം. അപ്പൊ എന്താണ്? ഇവിടുത്തെ മുസ്ലിം ലീഗ്, ഇവിടുത്തെ കോൺഗ്രസ്, ഇത് പറയേണ്ട പലരും അത് കേൾക്കുമ്പോഴേക്കും ചൂളിപ്പോവുകയാണ്. എന്തിനാണ് ഈ ചൂളൽ? ഈ ജനാധിപത്യ രാജ്യത്തെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശം മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കുണ്ട്. എല്ലാവരും കൊടുക്കുന്ന ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഈ 6 ജില്ലകളിലാണ് 45-46% മനുഷ്യർ ജീവിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന നികുതി പണം മുഴുവനും മറുഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോയി കണക്കുകൾ നിവർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നീതിയില്ല, ഞങ്ങൾക്ക് ആശുപത്രി വേണം, ഞങ്ങൾക്ക് സ്കൂളുകൾ വേണം, ഞങ്ങളുടെ മക്കൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ മറ്റുള്ളവർക്ക് പോലെ ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വർഗീയവാദിയാവുന്നത്? എങ്ങനെയാണ് വിഘടനവാദിയാകുന്നത്? അവിടെയാണ് വിഷയം. ആ വിഷയം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതിന് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഈ നാടിലെ ജനങ്ങളിലാണ്. കുറച്ചു കാലത്തേക്ക് രാഷ്ട്രീയം മാറ്റി നിർത്തി ഈ പോരാട്ടത്തിൽ ജനങ്ങൾ ഒന്നിക്കണം. ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ കൊടി ഉയർത്തിക്കൊണ്ടല്ല ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ആരും ഏറ്റെടുക്കാത്ത, മനുഷ്യ ജീവിതത്തെ അങ്ങേയറ്റം ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞങ്ങളതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി എന്ന് പറഞ്ഞ് ഒരു സമിതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമിതിക്കുള്ള കൊടി വെള്ളക്കൊടിയാണ്, അതിലൊരു രാഷ്ട്രീയവുമില്ല. അതിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ സാമൂഹിക, സാമുദായിക, സാംസ്കാരിക അതിനോട് യോജിക്കാൻ, നമ്മൾ ഉയർത്തുന്ന ഈ വിഷയത്തോട് യോജിക്കാൻ താല്പര്യമുള്ള സകലമാന ജനങ്ങളെയും അതിലൊരുമിച്ചിട്ടുള്ള ഒരു പോരാട്ടത്തിനാണ് നമ്മൾ വഴി തുറക്കുന്നത്. കേരളത്തിൽ ഈ മലബാറിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്താൻ പോവുകയാണ്. കത്തടിച്ച് ഈ ജനങ്ങളെ മുഴുവൻ നമ്മൾ ക്ഷണിക്കും. ഇവിടുത്തെ എല്ലാ സാമുദായിക നേതാക്കന്മാരെയും സാംസ്കാരിക നേതാക്കന്മാരെയും, ഇവിടുത്തെ വ്യാപാരി വ്യവസായികളെയും, ഇവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിനെയും, ഇവിടുത്തെ ഡോക്ടർമാരുടെയും, ഇവിടുത്തെ എഞ്ചിനീയർമാരുടെയും, ഇവിടുത്തെ തൊഴിലാളികളുടെയും, ഇവിടുത്തെ ചുമട്ടുചേർക്ക് തൊഴിലാളികളുടെയും, വിദ്യാർത്ഥികളുടെയും, അധ്യാപകരുടെയും, പ്രവാസികളുടെയും സകല സംഘടനകൾക്കും കത്ത് നൽകി ഈ സെമിനാറിലേക്ക് ക്ഷണിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ സ്വരൂപിക്കുകയാണ്. അങ്ങനെ ഒരു ജനകീയ പ്രതിരോധം മലബാറിൻ്റെ പുറത്തു നിന്ന് ആരെങ്കിലും എന്ന് പറഞ്ഞ് ഈ കാര്യം നമുക്ക് നടത്തിത്തരുമെന്ന് ഇനി നമുക്ക് കരുതാൻ വയ്യ. മലബാറിൻ്റെ അകത്ത് ഏറ്റെടുക്കേണ്ടവർ വർഗീയവാദി എന്ന വിളി കേൾക്കുമ്പോൾ ചൂളുകയാണ്, വിഘടനവാദി എന്ന് പറയുമ്പോഴേക്കും സ്ഥലം വിടുകയാണ്.
ന്യായത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം വർഗീയവാദമെങ്കിൽ, അത് വിഘടനവാദമാണെങ്കിൽ പറയുന്നവർക്കത് പറയാം. അതിന് ചെവി കൊടുക്കാതെ ഈ ഡാറ്റകളുടെയും കണക്കുകളുടെയും പിൻബലത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമതി ചിന്തകളില്ലാതെ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സമര പോരാട്ടത്തിലേക്ക് മലബാറിലെയും മലപ്പുറത്തിലെയും നാടിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇറങ്ങുകയാണ്. ആ മുന്നേറ്റത്തിൽ നിങ്ങളുടെ പിന്തുണ വേണം, നിങ്ങളുടെ സഹായങ്ങൾ വേണം, നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം. സംഘടിപ്പിക്കപ്പെടുന്ന സെമിനാറുകളിലേക്ക് ജനങ്ങൾ എത്തിപ്പെടണം. ഓരോരുത്തരായി മാറി നിന്നാൽ വരാനിരിക്കുന്ന നാളുകൾ അത്ര സുഖകരമല്ല. നമ്മുടെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ വിസ്തരിക്കേണ്ടതില്ല. ഇവിടെ അഡ്വക്കേറ്റ് സയ്യിദ് റൂമിയും മൊയ്തീൻകുട്ടി മാഷുമൊക്കെ വിവരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേൾക്കാതെ തന്നെ അറിവുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ നാടിൻ്റെ പൊതുവായ നിലനിൽപ്പിന് വേണ്ടിയുള്ള മലബാറിൻ്റെ, മലപ്പുറത്തിൻ്റെ, കോഴിക്കോടിൻ്റെ ഈ പോരാട്ടത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ജനപിന്തുണ ആവശ്യപ്പെട്ട് ഈ മലബാറിൻ്റെ തെരുവോലങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന വിധം ജനങ്ങളെ സംഘടിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുയോഗം ഇത്രയും നേരം ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയപൂർവ്വം അഭിവാദ്യവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട TMCയുടെ ഈ ഓഫീസ് ഈ നാടിൻ്റെ ഒരു ആശ്രയ കേന്ദ്രമായി മാറട്ടെ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ നിലമ്പൂരിൻ്റെ കൗൺസിലറായ ഇസ്മായിൽ എരഞ്ഞിക്കൽ സാഹിബ് രണ്ട് വാക്ക് പറഞ്ഞു. പ്രിയപ്പെട്ട അധ്യക്ഷൻ മുസ്തഫ, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജനനായകൻ PV അൻവർ, അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റോമി, വേദിയിൽ ഇരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, മുമ്പിൽ ഇരിക്കുന്ന തൃണമൂലിലേക്ക് കടന്നു വന്ന പ്രഗത്ഭരായ നേതാക്കന്മാരെ, അതുപോലെ തന്നെ LDFിലും UDFിലും നിഷ്പക്ഷമായി നിൽക്കുന്ന, റോഡരികിൽ നിൽക്കുന്ന ഈ പ്രദേശത്തെ പൗര പ്രവർത്തകരെ, ഇവിടെ ഇങ്ങനൊരു സംരംഭം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഒരു 2-3 മാസം കൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിനല്ലാതെ കരുത്താർജിച്ചുകൊണ്ട് എല്ലാ ഗ്രാമങ്ങളിലും ഓഫീസും പ്രവർത്തകരും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വന്നത് എന്തുകൊണ്ടാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് കേരളത്തിൽ പല വർണ്ണങ്ങളായ കൊടികളും പല പ്രസ്ഥാനങ്ങളും നമുക്കുണ്ട്. അങ്ങോട്ട് കോട്ടയത്ത് ചെന്നാൽ മലയോര കർഷകരുടെ കേരള കോൺഗ്രസ്, ഒരു ഭാഗത്ത് LDFിൻ്റെ കൂടെ, ഒരു ഭാഗത്ത് UDFിൻ്റെ കൂടെ, അങ്ങനെ CPMഉം ലീഗും മുന്നണി സംവിധാനങ്ങൾ. ഈ സംവിധാനത്തിൻ്റെ ഉള്ളിൽ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു ജനവിഭാഗമായി മാറിയ ഒരു ജനങ്ങളാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അനീതി കണ്ടാൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല, ന്യായത്തിന് വേണ്ടി ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ പാർട്ടികളുടെ നേതാക്കന്മാരും സംസ്ഥാന ലെവലിൽ അന്തർധാരയിൽ കൂടെ ഒരു നെക്സസ്, നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞ മാതിരി ഒരു നെക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമാണ് ഏത് കാര്യമെടുത്താലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിക്കാനോ പറയാനോ ഒരു മുന്നണി സംവിധാനമോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കേരളം മാറിയത്. എന്തുകൊണ്ട് അൻവർ എന്ന ഈ വ്യക്തിക്ക്
പ്രസക്തി കൂടുന്നത് എന്തുകൊണ്ടാണ്? അൻവർ ആർക്ക് വേണ്ടമാണ് ശബ്ദിച്ചത്? അൻവർ എന്താണ് പറഞ്ഞത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം കുറേ ഫേസ്ബുക്കിൽ കുറേ കോമഡി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. പുതിയ കാര്യങ്ങളിലേക്ക് ചർച്ച പോവുകയാണ്. അൻവർ രാജിവെച്ചു? അൻവർ 9 വർഷമായിട്ട് ഞങ്ങളെ മാഷി പറയും ഞങ്ങളെ മാണിക്കക്കല്ല. എന്താ അറിയോ? മാണിക്കക്കല്ല എന്ന് പറയാൻ എന്താ അറിയോ? 38 വർഷം കൊണ്ട് നടക്കാത്ത വികസനമാണ് 5 കൊല്ലം കൊണ്ട് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നടത്തിയത്.